അഭിനയിച്ചത് ഒരൊറ്റ സിനിമയിൽ. ഇന്ന് 42,960 കോടി രൂപയുടെ ആസ്തി. വെള്ളിത്തിര ഉപേക്ഷിച്ചെങ്കിലും ഇന്ന് തന്റെ ആദ്യചിത്രത്തിലെ നായകനായ ഷാരൂഖ് ഖാനേക്കാളും ബോളിവുഡിലെ മറ്റു മുൻനിര താരങ്ങളെക്കാളും സമ്പന്നയാണ് ഗായത്രി ജോഷി. ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച കൾട്ട് ക്ലാസിക്കുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രമാണ് ഷാരൂഖ് ഖാനെ നായകനാക്കി അശുതോഷ് ഗോവാരിക്കർ സംവിധാനം ചെയ്ത സ്വദേശ്. ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ലെങ്കിലും പിൽക്കാലത്ത് വലിയ രീതിയിൽ ആരാധകരെ സൃഷ്ടിച്ച ഈ ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമാപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ പുതുമുഖ നായികയായിരുന്നു ഗായത്രി ജോഷി. ആദ്യ സിനിമയിൽ തന്നെ ഷാരൂഖ് ഖാനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പ്രകടനം കാഴ്ചവെച്ച ഗായത്രിക്ക് മികച്ച പുതുമുഖത്തിനുള്ള ബോളിവുഡ് മൂവി അവാർഡ്, സിനി അവാർഡ്, ഗ്ലോബൽ ഇന്ത്യൻ ഫിലിം അവാർഡ്, സ്റ്റാർ സ്ക്രീൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. ഒറ്റ ചിത്രം കൊണ്ട് വലിയൊരു തരംഗമായി മാറിയ ഗായത്രിയെ തേടി ബോളിവുഡിലെ വമ്പൻ പ്രൊജക്ടുകൾ വന്നെങ്കിലും കരിയറിന്റെ തുടക്കത്തിൽ തന്നെ വെള്ളിത്തിരയോട് പൂർണ്ണമായി വിടപറയാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. സിനിമയിലൂടെ പ്രശസ്തിയും പണവും നേടുന്നതിനേക്കാൾ തന്റെ പ്രിയപ്പെട്ടവനോടൊപ്പം ശാന്തമായൊരു കുടുംബജീവിതം നയിക്കാനാണ് ഗായത്രി ആഗ്രഹിച്ചത്. കരിയറിൽ സുവർണാവസരങ്ങൾ തേടിയെത്തിയിട്ടും അവ വേണ്ടെന്നുവെച്ച് സിനിമാലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 2005-ൽ ലാസ് വേഗാസിൽ വെച്ച് പ്രമുഖ വ്യവസായിയായ വികാസ് ഒബ്രോയിയെ അവർ വിവാഹം കഴിച്ചു. വിവാഹശേഷം അഭിനയരംഗത്തുനിന്നും പൂർണ്ണമായി അപ്രത്യക്ഷയായെങ്കിലും അവിശ്വസനീയമായ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അമരക്കാരിയായാണ് താരം പിന്നീട് വാർത്തകളിൽ നിറഞ്ഞത്. വെള്ളിത്തിര ഉപേക്ഷിച്ചെങ്കിലും ഇന്ന് തന്റെ ആദ്യചിത്രത്തിലെ നായകനായ ഷാരൂഖ് ഖാനേക്കാളും ബോളിവുഡിലെ മറ്റു മുൻനിര താരങ്ങളെക്കാളും സമ്പന്നയാണ് ഗായത്രി ജോഷി. ഹുറൂൺ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പ്രകാരം ഗായത്രിയുടെ ഭർത്താവും ഒബ്രോയി റിയൽറ്റിയുടെ ചെയർമാനുമായ വികാസ് ഒബ്രോയി 42,960 കോടി രൂപയുടെ ആസ്തിയോടെ ഇന്ത്യയിലെ 58ാമത്തെ വലിയ കോടീശ്വരനായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് സംരംഭകരിൽ 4ാം സ്ഥാനത്താണ് ഇദ്ദേഹം. മുകേഷ് അംബാനിയും ഗൌതം അദാനിയുമാണ് ആദ്യ 2 സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത്. ബോളിവുഡിലെ ഏറ്റവും ധനികനായ താരം 12,490 കോടി രൂപയുടെ ആസ്തിയുള്ള ഷാരൂഖ് ഖാനാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ 100 പേരുടെ പട്ടികയിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ബോളിവുഡിലെ ഏറ്റവും സമ്പന്നരായ 5 താരങ്ങളായ ഷാരൂഖ് ഖാൻ, ജൂഹി ചൌള, ഹൃത്വിക് റോഷൻ, കരൺ ജോഹർ, അമിതാഭ് ബച്ചൻ എന്നിവരുടെ ആകെ ആസ്തി കൂട്ടിയാൽ പോലും 25,950 കോടി രൂപ മാത്രമാണ് വരുന്നത്. അതായത് ഈ 5 സൂപ്പർ താരങ്ങളുടെ മൊത്തം സമ്പാദ്യത്തേക്കാൾ എത്രയോ മുകളിലാണ് ഗായത്രി ജോഷിയുടെ ഭർത്താവ് വികാസ് ഒബ്രോയിയുടെ ഒറ്റയ്ക്കുള്ള ആസ്തി എന്നത് ഏവരെയും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. മുംബൈയിലെ അത്യാഡംബര റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് വികാസ് ഒബ്രോയിയുടേത്. ഒരു ഫ്ളാറ്റിന് മാത്രം 400 കോടി രൂപ വരെ വില വരുന്ന നിരവധി ബോളിവുഡ് താരങ്ങളും പ്രമുഖ വ്യവസായികളും താമസിക്കുന്ന മുംബൈയിലെ പ്രശസ്തമായ 360 വെസ്റ്റ് അപ്പാർട്ട്മെന്റ് സമുച്ചയം നിർമ്മിച്ചത് ഒബ്രോയി റിയൽറ്റിയാണ്. ഇതിനു പുറമെ ആഡംബര ഹോട്ടലായ വെസ്റ്റിൻ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ ഈ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുണ്ട്. ഈ കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പിന്നണിയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഗായത്രിക്കും വലിയ പങ്കുണ്ട്. വിവാഹത്തിന് മുൻപ് 2000-ൽ ഫെമിന മിസ് ഇന്ത്യ ഇന്റർനാഷണൽ കിരീടം ചൂടുകയും ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും ചെയ്ത ഗായത്രി ജോഷി ഇന്ന് വെറുമൊരു ശതകോടീശ്വരന്റെ ഭാര്യ മാത്രമല്ല, ഭർത്താവിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ശക്തമായ സാന്നിധ്യം കൂടിയാണ്. ഒബ്രോയി റിയൽറ്റിയുടെ ഡയറക്ടർമാരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ഗായത്രി കമ്പനിയുടെ പ്രധാന തീരുമാനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഗ്ലാമർ ലോകത്തുനിന്നും അകന്നുനിന്നുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് രംഗത്ത് സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കാൻ ഈ മുൻ നായികയ്ക്ക് സാധിച്ചു. വിഹാൻ, യുവാൻ എന്നീ 2 ആൺമക്കളുടെ അമ്മയായ ഗായത്രി, ബോളിവുഡ് നടി സോണാലി ബേന്ദ്രെ, സുസൈൻ ഖാൻ എന്നിവരുമായുള്ള അടുത്ത സൗഹൃദത്തിലൂടെയും വലിയ ബിസിനസ് പാർട്ടികളിലൂടെയും ഇന്നും മാധ്യമശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച് വെള്ളിത്തിരയിൽ നിന്നും അപ്രത്യക്ഷയായ ആ പെൺകുട്ടി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഡംബരവും സമ്പന്നവുമായ ജീവിതം നയിക്കുന്ന മുൻനിര വ്യക്തികളിൽ ഒരാളായി മാറിയിരിക്കുകയാണ്.